പി.വി. അൻവറിനെ തള്ളി കെ.ടി. ജലീൽ എം.എൽ.എ. പി.വി. അൻവർ എം.എൽ.എ. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും നിലപാടുകളോട് യോജിക്കാനാവില്ലെന്ന് കെ.ടി. ജലീൽ. CPIM-നെയും മുഖ്യമന്ത്രിയെയും സംഘപരിവാറിന്റെ സംശയനിഴലിൽ നിർത്തുന്നവർ ആരെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് മുന്നിൽ നിർത്തുന്നതെന്നും കെ.ടി. ജലീൽ ചോദിച്ചു. തന്നെ വെടിവെച്ചു കൊന്നാലും ഇടതുപക്ഷത്തിനെതിരെ നിൽക്കില്ലെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. പി.വി. അൻവർ എം.എൽ.എയുമായി സൗഹൃദമുണ്ട്, പക്ഷേ രാഷ്ട്രീയ നിലപാടുകളോട് യോജിപ്പില്ല. ഞാൻ അൻവറിനോട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളത് പറഞ്ഞോളൂ എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല അൻവർ എന്ന് പ്രശാന്തിന് അറിയാമല്ലോ. എന്നെയും ശരിക്കും പ്രശാന്തിന് അറിയാം. ഞാനും അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ അല്ല എനിക്കും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. മുഖ്യമന്ത്രിയെയും CPIM-നെയും സംഘി ചാപ്പകുത്തുന്നവർ സംഘപരിവാറിനെയാണ് സഹായിക്കുന്നത്. നമ്മളുടെ രാജ്യത്ത് BJP വളരെ ശക്തിപ്പെട്ടു വരികയാണ്. BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് സംഘപരിവാർ ഏജന്റെന്ന് പറഞ്ഞത് അസംബന്ധമാണ്. പോലീസിനെതിരായ അന്വേഷണ റിപ്പോർട്ട് നീതിപൂർവമാകുമെന്നും ഉറപ്പുണ്ട്. ജില്ലാ സെക്രട്ടറി RSS ബന്ധമുള്ളയാളാണ്. ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം. അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. EN മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ. അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികാര രാഷ്ട്രീയത്തിൽ നിന്നാണ് മാറി നിൽക്കുന്നത്, പക്ഷേ പൊതുപ്രവർത്തകനായി ഇടതു സഹയാത്രികനായി തുടരും. കൈരളി ന്യൂസ്, മലപ്പുറം.